ചില ആളുകൾക്ക് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, എല്ലാ മൊബൈലിലേക്കും അതിങ്ങനെ ഷെയർ ചെയ്യണം. അതൊരു സൂക്കേടാണ് ചില ആളുകൾക്ക്. വാട്സപ്പിലൊരു മെസ്സേജ് കിട്ടിയാൽ, ഒരു വീഡിയോ കിട്ടിയാൽ ഇതാർക്കൊക്കെ അയച്ചിട്ടില്ലേ പിന്നെ ഇയാൾക്ക് ഒറ്റയിൽ ഇരിക്കാൻ കഴിയില്ല, നിൽക്കാനും കഴിയില്ല, ഒന്നും ചെയ്യാനും കഴിയില്ല. അങ്ങനെ സൂക്കേടുള്ള ചില ആളുകളുടെ ഒരു രോഗമാണത്. ഞാൻ വെറുതെ പറയല്ല. മൊബൈലിൽ എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ, അത്തരം വിഡ്ഢികളെ കൂട്ടത്തിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. നമ്മുടെ കൈകൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ നന്മയും തിന്മയും അളന്നിട്ടല്ലാതെ നമ്മൾ ചെയ്യരുത്. മുമ്പ് കാലങ്ങളിലൊക്കെ ഉസ്താദുമാര് വയത് പറയുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് നന്മയല്ലാതെ തിന്മയല്ലാതെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഇന്നത് പറഞ്ഞാൽ പോരാ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഷർറ്, ആ ഷർറ് ഉണ്ടാകുന്ന മൊബൈലിലാണ്, നന്മകൾ ഉണ്ടാകുന്ന മൊബൈലിലാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, സത്യാവസ്ഥ അറിയാതെ ഒരു ക്ലിപ്പും നമ്മൾ പുറത്തുവിടരുത്. ഒരു ക്ലിപ്പും നമ്മളെ കൈകൊണ്ട് പുറത്തു പോകരുത്. ഒരു ക്ലിപ്പും നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യരുത്. എന്തിനാ? നമ്മൾ ആരോടും ഏൽപ്പിച്ചിട്ടില്ലോ പത്രപ്രവർത്തകനാകാൻ. നമ്മളോട് ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പ് അതിന്റെ അപ്പുറം ഇപ്പുറം കേട്ടിട്ട് എല്ലാ ആളുകൾക്കും എത്തിച്ചിട്ട് അയാളെ പേര് നശിപ്പിക്കണം. ഞാൻ ഈജിപ്തിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ഉടനെ എല്ലാവരും ഫോണിൽ വിളിച്ചു. എത്ര ആളുകളാണ് രാത്രി 3 മണിക്ക് 2 മണിക്കൊക്കെ ഫോണാണ്. എന്താ സംഭവം? മുഹമ്മദ് പേരോട് എന്ന പേരിൽ ഒരു ക്ലിപ്പ് പുറത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ടാണ്. ഒരാള് വിളിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, വാട്സപ്പിൽ നല്ല വോയിസ്, ഉപദേശമല്ല പച്ച തെറിയാണ്. കേട്ടപ്പോ എനിക്ക് തന്നെ ഇങ്ങനെ ചിരി വന്നുപോയി. ഞാനും ആ ക്ലിപ്പുമായിട്ടൊരു ബന്ധമില്ല, ഇയാൾ എന്നെ വല്ലാതെ തെറി വിളിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഞാൻ അയാളോട് പറഞ്ഞു, നല്ല നിലയ്ക്ക് എന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ക്ലിപ്പുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. നോക്കുമ്പോ ഏതോ സംഘടനയുടെ നേതാവോ ഏതോ സംഘടനയുടെ ഏതോ വലിയ പ്രവർത്തകനോ എന്തോ ആണ്. അയാൾ എന്നോട് പറഞ്ഞു, എന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പേര് പറയണ്ട, നിങ്ങളെ നാട് പറയണ്ട, ഒന്നും അറിയണ്ട. ഇങ്ങനെ ക്ലിപ്പുകൾ കൊണ്ട് ലോകം നിറച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, നമ്മുടെ കൈ കൊണ്ട് ഒരു അനാവശ്യവും നമ്മൾ ഷെയർ ചെയ്യരുത്. ഇല്ലാത്ത ക്ലിപ്പുകൾ, ഇല്ലാത്ത മെസ്സേജുകൾ, ഇല്ലാത്ത വീഡിയോകൾ, ഇല്ലാത്ത ഫോട്ടോകൾ നമ്മുടെ കൈകൊണ്ട് ഷെയർ ചെയ്യപ്പെട്ടാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ടെന്ന് നമുക്ക് ഓർമ്മ വേണം. അള്ളാഹിന്റെ മുന്നിൽ നമ്മളെ ചോദ്യം ചെയ്യുന്നൊരു സമയമുണ്ടെന്ന് നമുക്ക് ഓർമ്മ വേണം. നമ്മുടെ കൈകൾ നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പ് ഖബറിലേക്ക് പോകുമോ എന്ന് നമുക്കറിയൂല. നമ്മൾ ലോകത്തോട് വിട പറയുന്നതിന്റെ മുമ്പ് നമ്മുടെ കാലുകൾ നമ്മളോട് വിട പറയുമോ നമുക്കറിയൂല. അല്ലാഹു ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിക്കാനുള്ള അവസരം തരട്ടെ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഈ കഴിഞ്ഞ റമദാനിൽ ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഉമ്മയുടെ മാതാവ്, റബ്ബേ അവിടുത്തെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. പലപ്പോഴും ഈ പാവപ്പെട്ട മുതല്ലിമ ചെന്നപ്പോ, മോനെ ഖബറിന്റെ ഇരുട്ടറ പേടിച്ചിട്ട് കരച്ചിൽ വരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞതെനിക്ക് ഓർമ്മയുണ്ട്.